ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അടുത്ത വമ്പൻ ക്ലാഷ് റിലീസിന് ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂവല്ലോ. ഏപ്രിൽ 11 വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയ് ഗണേശ് എന്നിങ്ങനെ 3 സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 3 സിനിമകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രണവിനെ പ്രധാന റോളിലെത്തിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒട്ടനേകം പേർ അഭിനയിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ആദ്യ കേരള പ്രദർശനം രാവിലെ 8:30 ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ 3 സിനിമകളിൽ ആദ്യത്തെ പ്രദർശനം ആരംഭിക്കുന്ന സിനിമയും വർഷങ്ങൾക്ക് ശേഷമായി മാറിയേക്കും. സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഒരു ഗാനമായിരിക്കും വരിക എന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. ഇതിനിടയിൽ ഫഹദിന്റെ ആവേശം എന്ന സിനിമയിലെ രണ്ടാമത്തെ ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ഗാനമായ ജാഡിക്ക് പിന്നാലെ പുറത്തു വന്നിരിക്കുന്നത് ഗലാട്ട എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമാണ്. ഒരു ഫെസ്റ്റിവൽ വൈബുള്ള ഒരു ഗാനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജയ് ഗണേശ് എന്ന സിനിമ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയാണല്ലോ. ഇത് വിഷു റിലീസായിട്ട് എത്തുന്ന സിനിമകളിൽ ആദ്യമായിട്ട് ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്ക് തുടക്കം കുറിച്ച സിനിമയാണ് ജയ് ഗണേശ്. ഇതിനോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുകയാണ്. നാളെ ചിത്രത്തിലെ ഫസ്റ്റ് ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തുവരും. നേരം എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം വൈകിട്ട് 6 മണിക്കായിരിക്കും പുറത്തുവരിക. ഇന്ന് മലയാളത്തിൽ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ദുൽഖറാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, അപർണ ദാസ് തുടങ്ങിയവർ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. ഒരു ഫാന്റസി സിനിമയായിരിക്കുമെന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. നല്ല സിനിമയായി മാറട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. നേരത്തെ തന്നെ ഷൂട്ടിംഗ് പാക്കപ്പായ സിനിമയാണ് കങ്കുവ എങ്കിൽ പോലും ചിത്രത്തിന്റെ ഒരു 2 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ഇപ്പോഴത്തെ പോണ്ടിച്ചേരിയിൽ നടക്കുകയാണ്. അത് രണ്ടാം ഭാഗത്തിലേക്ക് ലീഡ് ചെയ്യുന്ന രംഗങ്ങളുടെ ചിത്രീകരണം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ശിവയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് പാൻ വേൾഡ് സിനിമയുടെ റിലീസ് തീയതി ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ മാസം മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജിന്റെ ആട് ജീവിതത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ കൂടി ഉണ്ടാകുമെന്നും തിയേറ്ററുകളിൽ സിനിമയുടെ മുഴുവൻ പതിപ്പായിരിക്കില്ല പ്രദർശനത്തിന് എത്തുക എന്നും OTTയിലായിരിക്കും സിനിമയുടെ അൺകട്ട് ഉൾപ്പെടെയുള്ള പതിപ്പുകൾ റിലീസ് ചെയ്യുക എന്നൊരു റൂമറാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. നിലവിൽ ഇതൊരു റൂമർ മാത്രമാണ്. പ്രൊമോഷൻ വേളയിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നാണ് ബസൂക്ക. മമ്മൂക്കയുടെ ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കേട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരുമോ എന്ന സംവിധായകനോട് ചോദിച്ച ചോദ്യത്തിന് ആരാധകൻ ഇപ്പോഴത്തെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള മറുപടി ലഭ്യമായിരിക്കുകയാണ്. അത് പ്രകാരം ബസൂക്കയുടെ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് ആരാധകന് സംവിധായകൻ മറുപടിയായിട്ട് അപ്ഡേറ്റിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.